കോൺഗ്രസിന്റെ മുഖമായി വളർന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഴ്ചയും വളരെ പെട്ടെന്നായിരുന്നു. KSUവിൽ നിന്നും യൂത്ത് കോൺഗ്രസ്, അവിടെ നിന്നും ചാനൽ ചർച്ചകളിലൂടെ രാഹുൽ ഒരു രാഷ്ട്രീയ താരമായി ശ്രദ്ധിക്കപ്പെട്ടു. 2020 കോവിഡ് കാലത്തെ സ്പ്രിംഗ്ലർ വിവാദം, പിന്നീട് വന്ന സ്വർണ്ണക്കടത്ത് വിവാദങ്ങൾ എന്നിവയിലെല്ലാം കോൺഗ്രസിന്റെ ചാനൽ ചർച്ചകളിലെ ഫയർ ബ്രാൻഡായിരുന്നു രാഹുൽ. അങ്ങനെ അതിവേഗം ഒരു യൂത്ത് കോൺഗ്രസ് മീഡിയ ഐക്കണായി മാറി. വിദ്യാർത്ഥി പ്രസ്ഥാനം വഴി തുടങ്ങിയ സംഘടനാ പ്രവർത്തനം രാഹുലിനെ തിരിച്ചറിയുന്ന രീതിയിലേക്ക് എത്തിച്ചത് ഈ ഘട്ടത്തിലാണ്. സൈബർ ഇടവും റീലുകളും രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന കാലത്ത് സൂപ്പർ താരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി. അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാഫി പറമ്പലിന്റെ അടുത്ത അനുയായിയായാണ് രാഹുൽ പിന്നീടെത്തിയത്. ന്യൂജൻ പാർട്ടിക്കാർക്ക് ഷാഫി പറമ്പലിനെ പോലെ റോൾ മോഡലാവുകയായിരുന്നു രാഹുലും. ചാനൽ ചർച്ചകളിലും യോഗങ്ങളിലും കോൺഗ്രസിന്റെ മൂർച്ചയേറിയ നാവായി പിന്നീട് മാറി. സാമൂഹ്യ മാധ്യമങ്ങളിലെ രാഹുലിന്റെ എഴുത്തിനും കിട്ടി പിന്തുണ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി മാസങ്ങൾക്കുള്ളിൽ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലിനെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കി. പലരും പിണങ്ങി പാർട്ടി വിട്ടെങ്കിലും ഷാഫിയുടെ വാശിക്ക് പാർട്ടി വഴങ്ങി. ഒപ്പം പ്രതിപക്ഷ നേതാവിന്റെ അകമഴിഞ്ഞ പിന്തുണയും. എ ഗ്രൂപ്പിൽ തന്നെ പരിഗണിക്കേണ്ട പല പേരുകളും വെട്ടിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഷാഫി രാഹുലിന്റെ പേര് നിർദ്ദേശിച്ചത്. തിരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വന്ന വ്യാജ ID കാർഡ് നിർമ്മിച്ചെന്ന ആരോപണം ഷാഫി രാഹുൽ ഐക്യത്തെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സർക്കാരിനെതിരെ സമരത്തിന്റെ പേരിൽ വീട് വളഞ്ഞ രാഹുലിനെ അറസ്റ്റ് ചെയ്തത് കൂടുതൽ പിന്തുണ നേടാൻ കാരണമായി. വിവാദങ്ങളെ മറികടന്ന് രാഹുൽ കോൺഗ്രസിൽ കളം പിടിച്ചു. സമരങ്ങളിലും ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം രാഹുൽ കളം നിറഞ്ഞു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ നിരയിൽ ഷാഫിക്കൊപ്പം രാഹുലും ഇടം നേടി. രാഹുലിന്റെ പാലക്കാട്ടെ വമ്പിച്ച വിജയം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഇടപെടൽ എല്ലാം കൂടുതൽ ചർച്ചയായി. നിലമ്പൂരിൽ ചാണ്ടി ഉമ്മന്റെ പ്രചാരണം റീൽ അല്ല റിയൽ എന്ന പേരിൽ ചർച്ചയായതും ഇതിനു പിന്നാലെയാണ്. പാലക്കാട് ഡോക്ടർ സരിൻ എതിർപക്ഷത്ത് സ്ഥാനാർത്ഥിയായി എത്തിയതും രാഹുലിന്റെ സാന്നിധ്യം കൊണ്ടായിരുന്നുവെന്ന് പറയേണ്ടി വരും. യുവ MLA ആയി തിളങ്ങി നിന്നിരുന്ന സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ രാഹുലിനെതിരായ ആരോപണങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. പിന്നീടാണ് ഓഗസ്റ്റ് 20-ന് നടി റിനി ആൻ ജോർജ് രാഹുലിനെതിരെ പേര് പറയാതെ ആരോപണം ഉന്നയിച്ചത്. ഒരു ചാനൽ ഇന്റർവ്യൂവിനിടയിലാണ് പേര് പറയാതെയുള്ള പരാമർശം. അതോടെ എല്ലാം മാറി മറിഞ്ഞു. ഹൂ കെയേഴ്സ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് തനിക്ക് അശ്ലീല സന്ദേശം അയച്ചുവെന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ. അതിനു പിന്നാലെ ലൈംഗിക പീഡന ആരോപണങ്ങൾ രാഹുലിനെതിരെ ഉയർന്നുവന്നു. അടുത്ത ദിവസം, അതായത് ഓഗസ്റ്റ് 21-ന് യുവതിയുമായുള്ള ഫോൺ സംഭാഷണങ്ങളും ചാറ്റും പുറത്തു വന്നതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിന്റെ രാജി സംഭവിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന ചാറ്റുകൾ പുറത്തു വന്നതോടെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തു. പുറത്തു വന്ന ഓഡിയോ സന്ദേശങ്ങളും ചാറ്റുകളും ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങളിൽ നിന്നും രാഹുൽ ഒഴിഞ്ഞുമാറി. ആർക്കും പരാതി ഇല്ലല്ലോ എന്ന വാദമാണ് രാഹുൽ ഉയർത്തിയത്. പിന്നീട് യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അതുവരെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിരുന്ന പാലക്കാട് MLA പരാതി നൽകിയതോടെ ഒളിവിൽ പോയി. ജാമ്യ ഹർജി കൂടി റദ്ദാക്കിയതോടെ യുവ നേതാവിനെ പാർട്ടി പോലും കൈവിട്ടു. 2024 ഡിസംബർ 4-ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ MLA കൃത്യം 1 വർഷം പിന്നിടുമ്പോൾ പുറത്താവേണ്ട ഗതികേടിലുമെത്തി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.